ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് പേരെ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാന ചർമ്മ പ്രശ്നത്തെ പറ്റിയാണ് കരിമംഗല്യം അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ. നമ്മളെ കവിളുകളുടെയും മൂക്കിന്റെയൊക്കെ വശങ്ങളിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് കാണുന്ന ഈ ഇരുണ്ട പാടുകൾ പലരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാറുണ്ട്. പലതരം കെമിക്കൽ ക്രീമുകളൊക്കെ പരീക്ഷിച്ചിട്ടും മാറ്റമില്ലാത്തവർക്ക് നമുക്ക് ആയുർവേദത്തിൽ സിമ്പിളായിട്ട് പക്ഷെ അതീവ ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അധികം പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം എന്താണ് കരിമംഗല്യം, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ നമ്മൾ കരിമംഗല്യത്തെ വ്യംഗം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ പിത്തദോഷം കൂടുമ്പോഴത്തേക്കും നമ്മുടെ രക്തം അശുദ്ധമാവുന്നതും ഒക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതായത് ഒന്നെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വെയിൽ കൊള്ളുക, അതായത് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് നമ്മളുടെ മെലാനിന്റെ ഉൽപാദനത്തിനെ കൂട്ടുന്നു. രണ്ടാമത് ഹോർമോൺ പ്രശ്നങ്ങൾ, ഗർഭകാലത്തോ ആർത്തവ വിരാമകാലത്തോ ഉണ്ടാകുന്നതൊക്കെ ഹോർമോണിന്റെ ഒക്കെ വ്യതിയാനങ്ങൾ. മൂന്നാമത് പറയുന്ന മാനസിക സമ്മർദ്ദം, അമിതമായിട്ടുള്ള ടെൻഷനൊക്കെ നമ്മളെ ചർമ്മത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കത്തേക്ക് നഷ്ടപ്പെടുത്തും. പിന്നെ നാലാമെന്ന് പറയുന്നത് ഗുണനിലവാരമില്ലാത്ത കോസ്മെറ്റിക് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ പറ്റിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് 3 മെയിൻ ഇൻഗ്രീഡിയൻസ് മതി. ഒന്നെന്ന് പറയുന്നത് ഇരട്ടി മധുരത്തിന്റെ പൊടി അല്ലെങ്കിൽ ലിക്രൈസ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ ആയുർവേദത്തിൽ വർണ്ണ്യഗണത്തിൽപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. രണ്ടാമത് കസ്തൂരി മഞ്ഞളാണ് പറയുന്നത്. ഇത് നമ്മളുടെ ചർമ്മത്തിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനും പിന്നെ തിളക്കമൊക്കെ നൽകാനായിട്ടൊക്കെ ഇത് സഹായിക്കും. പിന്നെ മൂന്നാമത് നമുക്ക് പാൽ അല്ലെങ്കിൽ തൈര് വേണം. നമ്മളുടെ ചർമ്മം വരണ്ടത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാൽ ഉപയോഗിക്കുക. ഓയിലി സ്കിൻ അല്ലെങ്കിൽ എണ്ണമയമുള്ള സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കുക. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു ബൗളിൽ നമ്മൾ 1 ടീസ്പൂൺ ഇരട്ടി മധുരത്തിന്റെ പൊടി എടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർക്കുക. ഇനി ആവശ്യത്തിന് പാല് അല്ലെങ്കിൽ നമുക്ക് തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മളുടെ ആവശ്യം അനുസരിച്ച് പാലോ തൈരോ റോസ് വാട്ടറോ ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക. അധികം ലൂസ് ആവാനും പാടില്ല. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് രീതി അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നമ്മളുടെ മുഖം നമ്മൾ ക്ലീൻ വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ഇത് തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റ് നമ്മൾ ആ കരിമംഗല്യമുള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മുഖം മുഴുവനോ ആയിട്ടോ പുരട്ടാം. ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കുക. ഈ ലേപനം പൂർണ്ണമായിട്ടും ഉണങ്ങി വലിഞ്ഞ് മുറുകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴുകിക്കളയണം. കഴുകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തൊട്ട് നനച്ച് മെല്ലെ മെല്ലെ മസാജ് ചെയ്ത് വേണം ഇത് തുടച്ച് നമ്മളുടെ മുഖത്ത് നിന്നൊക്കെ മാറ്റാൻ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് കൂടുതൽ ഫലം ചെയ്യും. ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് പതിവായിട്ട് പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇത് ഈ ലേപനത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കരിമംഗല്യത്തിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതായത് നമ്മൾ വെയിൽ ഒഴിവാക്കുക. പ്രത്യേകിച്ച് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട അല്ലെങ്കിൽ തൊപ്പിയൊക്കെ ഉപയോഗിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് ഈ വെള്ളം കുടിക്കുന്ന സഹായിക്കും. പിന്നെ നമ്മളുടെ ഭക്ഷണക്രമം, അതായത് എരിവ് പുളി ഉപ്പൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നെല്ലിക്ക, മാതളം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഉറക്കത്തിന്റെ കാര്യം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഡെയിലി ഒരു 7 തൊട്ട് 8 മണിക്കൂർ സുഖകരമായ ഉറക്കം ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരിമംഗല്യത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുഖം കുറച്ചും കൂടി സുന്ദരമാക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.